ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എക്സിബിഷന് പോയിട്ടാ. അപ്പോൾ ഇക്കൊല്ലം പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലമുള്ള പോലെ തന്നെയാണ്, ഒരേ സ്റ്റോളും അതുപോലെ തന്നെ ഒരേ സാധനങ്ങളായിരിക്കും, ഒടുക്കത്തെ വിലയായിരിക്കും. അത് കാരണം പോകാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ എല്ലാ കൊല്ലം ഒരുപോലെ ആയതുകൊണ്ടാണ് നമുക്ക് ഇക്കൊല്ലം പോകാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെന്തായാലും വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയി ടിക്കറ്റ് എടുത്തു. നമുക്കൊരു തലയ്ക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പേരുണ്ടായിരുന്ന അപ്പോൾ 80 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. പിന്നെ എന്താ കയറി വരുന്നത് ഈ ഒരു എൻട്രൻസ് ആണ്. ഇവിടേക്കാണ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ യാതൊരു വിധത്തിലുള്ള ഗ്യാപ്പില്ല കേട്ടോ. ഇത് മൊത്തം ഇവർ ഒരുക്കിയിട്ടുള്ള സംഭവം മൊത്തം കണ്ടിട്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുക. അതിനാണല്ലോ നമ്മൾ എക്സിബിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കയറി വരുമ്പോഴത്തേ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു സ്റ്റോൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് എല്ലാ കൊല്ലം. അപ്പോൾ തന്നെ മനസ്സിലായി സ്റ്റോളുകളെല്ലാം കംപ്ലീറ്റ് എല്ലാ കൊല്ലത്തെയും പോലെ ഒരുപോലെ തന്നെയാണെന്നുള്ളത്. നമ്മൾ പോയത് ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. അന്ന് കുറേ പേർക്ക് മുടക്കൊക്കെ ആയി കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതുപോലെ തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇഴഞ്ഞിട്ടാണ് നമുക്ക് വരി പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ പോകുന്നതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിലും നമുക്കൊന്ന് നോക്കിയും കണ്ടൊക്കെ പോവാം. ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങി തന്നെയാണ് ചെയ്തേട്ടാ. പിന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് കമ്മലിൻ്റെയും മാലയുടെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊന്നും വാങ്ങാനായിട്ട് തോന്നിയില്ല. ചെറിയ കമ്മലുകൾക്ക് വരെ ഭയങ്കര വില തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണികളുടെ കുറേ ടോയ്സും അതുപോലെ തന്നെ ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽസ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി കാണിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. പിന്നെ അത് വാച്ചിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. വാച്ച് അങ്ങനെ എനിക്ക് വലിയ പ്രാന്തൊന്നുമില്ല വാച്ചിനോട്. അപ്പോൾ അതുകൊണ്ട് അതും വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങനത്തെ ഉപ്പ് ഭരണി അങ്ങനത്തെ ഭരണികളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. 6 കപ്പിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തിരി വില കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ കമ്മലിൻ്റെ സെക്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ബാഗ് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടുന്ന് എനിക്ക് ജോലിക്ക് പോകാനായിട്ട് ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് നാൾ നിന്നു, ക്വാളിറ്റിക്ക് ഉണ്ടായിരുന്നു. 300 രൂപയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ബാഗൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഈ പണ്ടത്തെ മിഠായികളില്ലേ, അതായത് നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള മിഠായികൾ, കുറേ നൊസ്റ്റാൾജിക് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരും. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. നമ്മൾ നോർമലി 100 രൂപയ്ക്ക് വാങ്ങുന്ന പലാസിക്ക് അവിടെ 200 രൂപയ്ക്കായിട്ടാണ് കണ്ടത്. അപ്പം അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് വെച്ചൊക്കെ നോക്കി. പക്ഷേ എന്തോ ക്വാളിറ്റി ഒന്നും അത്ര അധികം നല്ലതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷൻ അങ്ങനെ അവിടെ കഴിഞ്ഞു പോയി. പിന്നെ എനിക്കിവിടെ ഇഷ്ടമുള്ളത് കോളിഫ്ലവർ, ചായ, ബജി അങ്ങനത്തെ ഐറ്റംസിനോടാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമായിട്ടാണ് പോകാറ്. പിന്നെ ഈ ഒരു ചേച്ചിയുടെ എന്താ പറയുക ബിസിനസ് ട്രിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ സംസാരവും അതുപോലെ തന്നെ ആ ചേച്ചി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയാലും എന്തായാലും നമുക്ക് നോക്കി നിന്ന് പോകാനായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു സെക്ഷനിൽ നിറച്ച ആൾക്കാരായിരുന്നു. ക്യൂ ഉണ്ടെങ്കിലും നിറച്ച ആൾക്കാരവിടെ വാങ്ങാനായിട്ടും. ആ ചേച്ചി എന്താ പറയുക, ചേച്ചിക്ക് നല്ലൊരു സ്കില്ലുണ്ട് വാങ്ങിപ്പിക്കാനായിട്ട്. അപ്പം നല്ല രീതിക്ക് എന്താ പറയുക നല്ലൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ചേച്ചി എന്തായാലും ബിസിനസ് ചെയ്യുന്നത്. അതായത് അടിപൊളിയായിട്ട് തോന്നി. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ കാര്യമില്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ കുറേ എന്താ പറയുക ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ആയിരുന്നു. ജിലേബി, അച്ചപ്പം, കൊഴലപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിന്ദൂരം, അങ്ങനെ സിന്ദൂരത്തിൻ്റെ പല കളറുകൾ, അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻസ്, അതിനൊക്കെ വില ഇത്തിരി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈന്തപ്പഴത്തിൻ്റെ സെക്ഷൻ, പിന്നെ പെർഫ്യൂമിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീം. പിന്നെയെന്ന് പറയുന്നത് പെർഫ്യൂമിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് അത്തറായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല. അത് കാരണം അത് വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായ ഒരു സെക്ഷനാണ് നേരത്തെ കണ്ടത്, കൃഷ്ണൻ്റെ രാധയുടെയൊക്കെ വിഗ്രഹങ്ങൾ. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വളയുടെ സെക്ഷൻ്റെ പൊന്നൊരു രക്ഷനാണെന്നില്ല, ഒരു സ്റ്റോളും മൊത്തം വള നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിമിൻ്റെ സെക്ഷൻസ്, അത് പിന്നെ പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അത്യാവശ്യം വില കുറവിന് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 150 രൂപയ്ക്ക് ക്രോക്സോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ പോപ്കോണിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് നേരെ റൈഡിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ പോയത്. അവിടെ നിന്ന് നേരെ നമ്മൾ എക്സിബിഷൻ കണ്ടിറങ്ങി. പിന്നെ ഈ കാണുന്ന റൈഡൊക്കെയാണ് എല്ലാ കൊല്ലമുള്ള റൈഡ് തന്നെയായിരുന്നു. യന്ത്രുനാലും അതുപോലെ തന്നെ
പിന്നെ ഈ കറങ്ങണ സാധനം, പിന്നെ വഞ്ചി പോലത്തെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. വഞ്ചിയിലിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, യന്ത്രങ്ങളിലിരിക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ റൈഡൊക്കെ ജസ്റ്റ് കണ്ടു പോകുന്നു. രാത്രി ആയപ്പോൾ നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഈ റൈഡുമൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഈവനിങ് ആയപ്പോഴാണ് പോയത്, അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും വൈകുന്നേരമായി. അപ്പോൾ ഇതൊക്കെ കണ്ട് പോരാനായിട്ട് പറ്റി. പിന്നെ ഈ വെള്ളത്തിൻ്റെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ആകെ നമുക്ക് കാലൊക്കെ വേദന, നമ്മൾ ക്ഷീണിച്ചിട്ടൊക്കെ ആയിട്ട് ഇറങ്ങി വരിക. നമ്മൾ ഈ പോണ നേരത്തും അത്യാവശ്യം ആൾക്കാർ തിരിച്ച് കയറുന്നുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എക്സിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പോരേട്ടോ. അപ്പോൾ ബൈ.